+2 മാത്തമാറ്റിക്സ് മെട്രിസസ് പാർട്ട് 3. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഞാൻ മെട്രിക്സിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഡെഫിനിഷൻ പിന്നെ 2 പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടൈപ്സ് ഓഫ് മെട്രിസസ്, അതിൽ ഫസ്റ്റ് ടൈപ്പാണ് കോളം മെട്രിക്സ്. First one, column matrix. A matrix is said to be a column matrix if it has only one column. ഒരു മെട്രിക്സ് എപ്പോഴാണ് കോളം മെട്രിക്സ് ആണെന്ന് പറയാം? ഇതിന് ഒരേ ഒരു കോളമാണ് ഉള്ളൂവെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മെട്രിക്സ് A ഈക്വൽ ടു 1 2. ഇതൊരു കോളം മെട്രിക്സ് ആണ്, കാരണം ഇതിന് ഒരേ ഒരു കോളമാണുള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു കോളം റോസൊക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ ഫസ്റ്റ് നമ്മൾ ഓർഡർ കാണുമ്പോൾ ഫസ്റ്റ് റോസിൻ്റെ എണ്ണം, പിന്നെ കോളത്തിൻ്റെ എണ്ണം. ഇപ്പോൾ എത്ര റോസ് ഉണ്ട്? 2 റോസ്. ഇപ്പോൾ 2. എത്ര കോളം ഉണ്ട്? 1 കോളം, 2/1. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് B ഈക്വൽ ടു 1 2 3. ഇതും ഒരു കോളം മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/1. 3 റോസ് ആൻഡ് 1 കോളം. ഓക്കെ, ഇനി അടുത്ത മെട്രിക്സ് എക്സാമ്പിൾ മെട്രിക്സ് C ഈക്വൽ ടു 1 2 3 4. ഇതും ഒരു കോളം മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 4/1. 4 റോസ് ആൻഡ് 1 കോളം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ A ഈക്വൽ ടു മെട്രിക്സ് Aij. ഓക്കെ, ഇവിടെ റോസിൻ്റെ എണ്ണം എത്ര വേണേലും ആവാം. സോ M, അതിൻ്റെ കോളം 1 ആവാൻ പാടുള്ളൂ. അപ്പോൾ M/1. ഇതാണ് ഇതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ് M/1 ഓർഡർ. ഓർഡർ M/1 ആയിട്ടുള്ള ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് റോ മെട്രിക്സ്. Okay, a matrix is said to be a row matrix if it has only one row. ഒരു മെട്രിക്സ് എപ്പോഴാണ് റോ മെട്രിക്സ് ആണെന്ന് പറയാം? ഒരേ ഒരു റോ ആണുള്ളൂ വെച്ചെങ്കിലാണ് അതിനെ റോ മെട്രിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, മെട്രിക്സ് B ഈക്വൽ ടു 1 2. ഇതൊരു റോ മെട്രിക്സ് ആണ്, കാരണം ഇതിന് ഒരേ ഒരു റോ ആണുള്ളൂ. ഇനി ഇതിൻ്റെ ഓർഡർ എത്രയാണ്? 1 റോ ആൻഡ് 2 കോളംസ്. അപ്പോൾ 1/2. ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇനി മെട്രിക്സ് വേറൊരു എക്സാമ്പിൾ, മെട്രിക്സ് C ഈക്വൽ ടു 1 √3 2. ഇതും ഒരു റോ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 1/3. 1 റോ ആൻഡ് 3 കോളംസ്. അപ്പോൾ അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്താ വരിക? മെട്രിക്സ് B ഈക്വൽ ടു Bij. മെട്രിക്സ് Bij റോ എത്ര വരിക? 1 അല്ലേ? കോളംസ് എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ 1/n. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ 1/n. ഇതാണ് ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്ത ടൈപ്പാണ് തേർഡ് വൺ, സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സ്, ഒരു m/n മെട്രിക്സ് എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാം? m/n ഓർഡറുള്ള ഒരു മെട്രിക്സ്
എം ഈക്വൽ ടു എൻ ആവുമ്പോൾ അല്ലേ? കാരണം എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു 1 2 3 1. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം എന്താണ്? 2 rows and 2 columns. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമ്മൾ ഇപ്പോൾ 2/2 ആണല്ലോ വരിക. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് 2/2 എന്നുള്ളതിന് ഓർഡർ ഈക്വൽ ടു 2 എന്ന് എഴുതിയാലും മതി. ഇനി ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. അപ്പോൾ ജനറൽ റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഓഫ് ഓർഡർ എം ബൈ എം അല്ലെങ്കിൽ എം ബൈ എം അല്ലെങ്കിൽ എൻ ബൈ എൻ, ഏത് വേണേലും ആവാം. ഇത് രണ്ടും സെയിം ആക്കി എഴുതാം. അതാണ് സ്ക്വയർ മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ വരിക നമ്മൾ ഓർഡർ ഈക്വൽ ടു എം എന്ന് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ഫോർത്ത് ടൈപ്പ്, ഡയഗണൽ മെട്രിക്സ്. ഒരു ഡയഗണൽ മെട്രിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0 എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം ആ മെട്രിക്സിൽ 0 ആയിരിക്കും. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ് ബി ഈക്വൽ ടു Bij m by m is said to be a diagonal matrix if all its non-diagonal elements are 0. നമ്മളതിൻ്റെ എക്സാമ്പിൾ പറയാണ്. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എ ഈക്വൽ ടു -1 0 0 2. ഓക്കെ, ഇതിൽ ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇതും ഈ 0യും. ഇത് രണ്ടും 0 ആണ്. സോ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. പിന്നെ ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ മെട്രിക്സ് 4. ഇതും ഓൾസോ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് കേട്ടോ. ഇത് മെട്രിക്സ് 1/1 ആണ്, സ്ക്വയർ മെട്രിക്സും ആണ്. പിന്നെ ഇനി ഒരു 3/3 മെട്രിക്സ് എഴുതാം. -1 0 0 2 3 0 0 0 0. ഓക്കെ, ഇതും ഒരു എക്സാമ്പിളാണ്. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിലേതാ? 1 2 3. ഇതല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അപ്പോൾ ഇതും ഡയഗണൽ എലമെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ പോവാണ്. മെട്രിക്സ് ബി ഈക്വൽ ടു മെട്രിക്സ് Bij m by m എന്ന് എഴുതാൻ കാരണം എന്താണ്? സ്ക്വയർ മെട്രിക്സസ് ആണ് ഡയഗണൽ മെട്രിക്സ് ആവുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ മെട്രിക്സിന് നമ്മൾ ഓർഡർ എങ്ങനെ എഴുതുക? m by m എന്നാണ് എഴുതുക. is said to be matrix B equal to Bij of order m by m is said to be a diagonal matrix if Bij equal to 0 എപ്പോഴായിരിക്കണം? when I not equal to j. അതായത് ഒരു മെട്രിക്സിൽ ഐയും ജെയും ഈക്വൽ അല്ലാത്ത കണ്ടീഷനിലൊക്കെ ആ എലമെൻറ്റ് 0 ആയിരിക്കണം. അങ്ങനത്തെ മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 2/2 മെട്രിക്സ് എടുക്കുക. A11 A12 A21 A22. ഓക്കെ, ഇനി ഒരു ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ എഴുതാം. 1 0 0
2. അപ്പോൾ ഇതിൽ A11 ഇതാണ്, A12 എന്ന് പറയുന്നത് ഇതാണ്, A22 പറയുന്നത് ഇതാണ്, A21 ഇതാണ്. അപ്പോൾ ഐയും ജെയും ഈക്വൽ അല്ലാത്തത് ഏതൊക്കെയാണ്? ഈ 0യും ഈ 0യും. ഐയും ജെയും ഈക്വൽ അല്ലാത്തത്, അതായത് A21. ഐ എന്താണ് അതിൽ? A21ൽ ഐ ഈക്വൽ ടു 2, ജെ ഈക്വൽ ടു 1. അപ്പോൾ ആ ടൈമിലെല്ലാം ആ എലമെൻറ്റ് 0 ആയിരിക്കണം. ഐയും ജെയും ഈക്വൽ അല്ലാത്ത ടൈമിലെല്ലാം 0 ആയിരിക്കണം. ഇനി അടുത്ത ടൈപ്പാണ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സിനാണ് സ്കെയിലാർ മെട്രിക്സ് ആവാനായിട്ട് പറ്റുള്ളൂ. A diagonal matrix is said to be a scalar matrix if its diagonal elements are equal. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ആയിട്ടുള്ള ഡയഗണൽ മെട്രിക്സിനെയാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. എക്സാമ്പിൾ എഴുതാം. മെട്രിക്സ് ബി ഈക്വൽ ടു -1 0 0 -1. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആവണം. അപ്പോൾ ആ കണ്ടീഷൻ ശരിയാണ്, കാരണം ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, -1 -1. ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്തത് ഏതാണ്? ഈ 0യും ഈ 0യും. അത് 0 ആണ്. അപ്പോൾ അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സ്കെയിലാർ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ -1ഉം ഇത് -1 രണ്ടും സെയിം ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണ്. സോ ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ഇനി അടുത്ത എക്സാമ്പിൾ എഴുതാം. മെട്രിക്സ് സി ഈക്വൽ ടു √3 0 0. ഒരു 3/3 മെട്രിക്സ് ആണ്. 0 √3 0 0 0 √3. ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്, അല്ല സ്കെയിലാർ മെട്രിക്സ് ആണ്. സ്കെയിലാർ മെട്രിക്സ് ആവണമെങ്കിൽ ആദ്യം എന്താവണം? ഡയഗണൽ മെട്രിക്സ് ആവണം. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്, കാരണം ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ് ഇതിൻ്റെ. അപ്പോൾ ഇതൊരു സ്കെയിലാർ മെട്രിക്സ് ആണ്. ഇനി ഇതിൻ്റെ ജനറൽ ഫോം എഴുതാം. ജനറൽ ഫോം എഴുതുമ്പോൾ ഇതിന് 2 കണ്ടീഷൻ വരും. ഫസ്റ്റ് വൺ, ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആവണം. പിന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആവണം. മെട്രിക്സ് ബി ഈക്വൽ ടു Bij n/n. സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണൽ മെട്രിക്സ് ആവുള്ളൂ. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ ഡയഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ എഴുതുക. Bij ഈക്വൽ ടു 0 എപ്പോഴാവണം? വെൻ I നോട്ട് ഈക്വൽ ടു j. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആവണം. Bij ഈക്വൽ ടു k വെൻ I ഈക്വൽ ടു j. അതായത് A11 A22 A33 ഇതിലൊക്കെ I ഈക്വൽ ടു j ആണ്. അപ്പോൾ ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ? A11 A22 A33. അപ്പോൾ ഇതെല്ലാം I ഈക്വൽ ടു j ആണ്, അല്ലേ? ഈ I ഈക്വൽ ടു j ആവുന്ന ടൈമിലെല്ലാം എന്താവണം? ആ എലമെൻറ്റ്സ് ഈക്വൽ ആവണം. അതാണ് Bij ഈക്വൽ ടു k. k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ടൈപ്പാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആവണം. സ്ക്വയർ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1ഉം അതുപോലെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യും ആയിട്ടുള്ള മെട്രിക്സിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 1 0 0 1. ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1ഉം ആണ്, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0യും ആണ്. ഓക്കെ, ഇതാണ് ഡയഗണൽ എലമെൻറ്റ്, ഇത് 1 ആണ്. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഇതാ 0 0 0s ആണ്. സോ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക I2 എന്നാണ്, കാരണം ഇത് 2/2 ഓർഡറാണ്.
ഓക്കെ, ഇനി വേറൊരു ഡയഗണൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതാം. 1 0 0 0 1 0 0 0 1. ഇത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, കാരണം ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് കണ്ടില്ലേ 1 ആണ്. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോസ് ആണ്. ഓക്കെ, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, എല്ലാം 0 ആണ്. സോ ഇതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക I3 എന്നാണ്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇനി ഇതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എഴുതുകയാണ്. മെട്രിക്സ് എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് Aij ഓഫ് ഓർഡർ n by n ഈസ് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈഫ് എപ്പോഴാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുക? Aij ഈക്വൽ ടു 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവണം. 1 Aij ഈക്വൽ ടു 1 ഈഫ് I ഈക്വൽ ടു j, അതായത് I ഈക്വൽ ടു j ആകുമ്പോൾ 1 ആയിരിക്കണം. 0 ഈഫ് I നോട്ട് ഈക്വൽ ടു j. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ കണ്ടീഷൻ. ഇനി അടുത്ത ടൈപ്പാണ് സീറോ മെട്രിക്സ്. ഒരു മെട്രിക്സിലത്തെ എല്ലാ എലമെൻറ്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് സീറോ മെട്രിക്സ് എന്ന് പറയുക. എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ് ആർ 0. അതിന് എക്സാമ്പിളാണ് ഇതൊരു സീറോ മെട്രിക്സ് ആണ്, ഇതൊരു സീറോ മെട്രിക്സ് ആണ്, പിന്നെ ഇതൊരു സീറോ മെട്രിക്സ് ആണ്. എല്ലാം സീറോ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.